السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, മാ നഖസത്ത് സ്വദഖത്തുൻ മിൻ മാലിൻ, ഒരാളുടെ മുതൽ നിന്നിട്ട് അയാൾ സ്വതക്ക കൊടുത്തെങ്കിൽ ആ സ്വതക്ക അയാളെ മുതലിലെ കുറക്കല്ല. വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരടിമക്ക് മാഫ് ചെയ്യൽ കൊണ്ട് അള്ളാഹു ഇസ്സത്ത് തയ്യാറാക്കി തരും. വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ഒരാൾ അള്ളാഹുബേനായിട്ട് വിനയ കാണിച്ചെങ്കിൽ അയാളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കടാ. അപ്പോൾ ഒരാൾ അയാളിൽ നിന്ന് എന്തോ ഒരു തപ്പ് സംഭവിച്ചിട്ട് അപ്പോൾ അയാൾ ഞങ്ങളുടെ മാഫ് കേട്ടിട്ട് അപ്പോൾ ഞങ്ങൾ അയാൾക്ക് മാഫ് ചെയ്ത് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തെല്ലാം തയ്യാറാക്കല്ല, ഞങ്ങൾക്ക് ഇസ്സത്ത് തയ്യാറാക്കി തണ്ടാണ്ട്. അപ്പോൾ ആരെങ്കിലും ഞങ്ങൾക്ക് ഉപദ്രാക്കിയെങ്കിൽ അല്ലെങ്കിൽ ആരെക്കൊണ്ട് എന്തെങ്കിലും ഇടങ്ങേരായെങ്കിൽ ഞങ്ങൾക്ക് മാഫ് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു നല്ല സ്വഭാവമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്സത്ത് അള്ളാഹു തയ്യാറാക്കി തണ്ടാണ്ട്. പലപ്പോഴും മാഫ് കേൾക്കട ആൾക്ക് നാനിക്ക് മാഫ് തന്നില്ല നടല ചൊല്ലുക ഭാര്യയൊരു ഞങ്ങളൊരു ഡെയറിങ് പോലെ കാട്ടുക. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ കുഗ്ഗി പോകണ്ട, ഞങ്ങൾ ജില്ലത്ത് അവിടെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് കിട്ടില്ല. അതേ സന്ദർഭത്തിൽ എനിക്ക് ഞാൻ മാഫാക്കിയേ ചെന്നിട്ട് അയാൾക്ക് മാഫ് കൊടുക്കുന്നതായിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇസ്സത്ത് തയ്യാറാക്കണേ. അതുപോലെ ചില സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഗത്ത് കാട്ടേ നല്ല പവർ കാണിക്കുന്ന ചില സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെല്ലാം ഞങ്ങൾക്ക് വിനയ കാണിച്ചിട്ട് ഞാനൊരു അള്ളാഹുടെ ഒരു വിനയാൻവിതമായ ഒരു അടിമയെ മാത്രമായിട്ട് ചെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിനയ കാണിച്ചെങ്കിൽ അഹംഭാവ കാണിക്കാതിരിക്കൽ അത് നമുക്ക് അള്ളാഹു പിന്നെയും നല്ല ദർജ ഉയർത്തുന്നത് കാരണമാവുള്ളൂ. അതുപോലെ ഒരാൾ അയാളെ സമ്പത്തിൽ നിന്നിട്ട് അയാൾ സ്വതക്ക ചെയ്യുമെങ്കിൽ അയാളെ സ്വതക്ക ചെയ്യൽ ഒരിക്കലും അയാളെ സമ്പത്തിൽ കുറക്കല്ല. പലപ്പോഴും ഇബ്ലീസ് നമുക്ക് അങ്ങനെ കാണിച്ചു തണ്ട. അശ്ശൈത്വാനു യഅദിക്കുമുൽ ഫഖർ, ശൈത്താൻ എപ്പോഴും ഞങ്ങളെ ഫഖർ തരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ ദുർബോധനാക്കേണ്ടിക്കട. നീ കൊടുക്കണ്ട, നീ കൊടുത്തേ എനിക്ക് പറഞ്ഞു പോകും, എൻ്റെ പിന്നെയുമൊക്കെ എന്തിക്കല്ലേ അങ്ങനെ ഇങ്ങനെ. പക്ഷേ അത് ഒറ്റും അതിലൊരു സത്യാംശമില്ല, അത് കളവായിട്ട് ശൈത്താൻ ആക്കിയല്ലേ. അതിലെ റിയാലിറ്റി എന്താ വെച്ചെങ്കിൽ നീ എത്ര കൊടുത്ത അത്ര നിനക്ക് സമ്പത്തിൽ ബർക്കത്തും സമ്പത്തിൽ വൃദ്ധൻ അള്ളാഹു തണ്ട. ഒരു തന്നി കിണറ്റിലുള്ള തന്നി അതിൽ ഞങ്ങൾ യൂസാക്കിയ പോലെ പിന്നെയും ആ തന്നിൽ ഒസർ യാറായിട്ടിക്കിടും. അതിൽ യൂസാക്കാണ്ട് അതങ്ങനെ വിട്ടുവിട്ടുണ്ടായെങ്കിൽ അത് കുറഞ്ഞിട്ട് പോകും. ഇത് റിയാലിറ്റിക്കിട്. ഇതുപോലെ ആയിരിക്കും മനുഷ്യരുടെ കയ്യിലുള്ള സമ്പത്ത്. അത് നല്ലതൊക്കെ ചിലവാക്കുമ്പോൾ ആവശ്യത്തിന് ചിലവാക്കുമ്പോൾ എല്ലാം അയാൾക്ക് പിന്നൊരു ഭാഗത്ത് അള്ളാഹു കൊടുത്തോണ്ടിരിക്കട. അതിലിങ്ങനെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ടായെങ്കിൽ അള്ളാഹു അതിലെ വേറെന്തെങ്കിലും അനാവശ്യത്തെ അത് ചിലവാക്കും പോലെ ആവിടും. ചില മനുഷ്യന്മാരെ കാണില്ലേ, അഗത്യത്തിക്കൊന്നും അങ്ങനെ ചിലവാക്കില്ല, അനാവശ്യത്തിൽ ഇങ്ങനെ പോലാക്കേണ്ടിക്കിടാൻ. അത് വാസ്തവത്തിൽ അതൊരു ശിക്ഷയായിട്ട് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയായിട്ട്. ആവശ്യത്തുക പള്ളിയുടെ ആവശ്യത്തുക ഇരുമിയുടെ ആവശ്യത്തുക അല്ലെങ്കിൽ പാവത്തങ്ങ് ചിലവാക്കിയിട്ടാണെങ്കിൽ അത് ആഖിറത്ത് അയാൾക്ക് അതിൽ കൂലിയും കിട്ടിയിട്ട് മാത്രമല്ല അയാളുടെ ആ സമ്പത്ത് വലിയ ബർക്കത്ത് അള്ളാഹു കൊടുക്കാണ്ട് ഇങ്ങനെ കെട്ടിവെച്ചപ്പോൾ പെട്ടെന്നായിട്ടുള്ള നഷ്ടങ്ങൾ. അതുപോലെ എന്തെങ്കിലും അനാവശ്യത്തിൽ ഇങ്ങനെ ചിലവാക്കടേ പോകേണ്ട വാങ്ങിത്തുക, അത് കഴിക്കല്ല ഇങ്ങനെ പൈസ എല്ലാം കാശെല്ലാം പോലായിട്ട് പോകേണ്ടത് നമുക്ക് കാണും. വാസ്തവത്തിൽ അത് ഇൻഡയറക്റ്റായിട്ട് അള്ളാഹോടൊരു ശിക്ഷ ആയിട്ട് അനാവശ്യമായിട്ട് കാശ് ചിലവായിട്ട് പോകേണ്ടത്. അപ്പോൾ കാശ് നല്ലതൊക്കെ ചിലവാക്കിയെങ്കിൽ അള്ളാഹു പിന്നെയും തണ്ടാണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്നെ. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണും. ഒരാൾ ഇബ്നു ജരീറിട്ട് വന്നിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് പണ്ട് എന്തെങ്കിലും നമുക്ക് തറുണ്ട്. അപ്പോൾ തൻ്റെ കൂടെയുള്ള ഒരാളിട്ട ഇബ്നു ജരീർ റളിയല്ലാഹുവിന് ചൊല്ലി ആത്തിഹി ദീനാറും, അയാൾക്ക് എന്തെങ്കിലും ദീനാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഉള്ള വ്യക്തി ചെല്ലിട്ട് മായന്തി ഇല്ലാ ദീനാറും ഇന്ന് ആത്തൈത്തുഹുൽ അജുത്തു, നന്നിട്ട് ഒരേ ദീനാറില്ലേ, ആ ദീനാറ് മാത്രം ഇയാൾക്ക് ഞാൻ കൊടുത്തെങ്കിൽ ഞാൻ പട്ടിണിയാവണം അവിടെ എന്നിട്ട് എന്തോ ഇല്ല. അപ്പോൾ കലിബ ഇബ്നു ജരീർ റളിയല്ലാഹു അർസം മനസ്സിൽ കൊടുത്തും കണ്ടിത്തായിട്ട് അള്ളാഹു എനിക്ക് തരേണ്ടതേക്കില്ല, അതിന് ബദലായിട്ടുണ്ട്. അങ്ങനെ അയാൾ കൊടുത്തു. അപ്പോൾ ചെല്ലുന്നേറാകുമ്പോൾ അതേ മജ്ലിസിലേക്ക് ഇബ്നു ജരീർ റളിയല്ലാഹുവിൻ്റെ പിരിസപ്പെട്ട ഒരാൾ, ഒരു ധനികനായ ഒരു പൈസക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിലേക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്ത് കടത്തിത്തു. എന്നിട്ട് അതിൽ ഒരു ഷീറ്റും ഉണ്ട്. ഇതിൽ 50 ദീനാർ
കാശ് ನಾನು ಕಟ್ತಿದ್ದೆ ಅದು ನಿಂಗೆ ನಾನು ಸ್ವದಕ್ಕಾയിട്ട് ತಂದ್ರೋണ്ട് ചെന്നിട്ട് അയാൾ കൊണ്ട് കടത്തിತ್ತು അങ്ങനെ ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അതിൽ എണ്ണി നോക്കുമ്പോൾ 51 കാണും. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ചെന്തത്തിൽ എണ്ണി നോക്കോറ് ചൊല്ലുമ്പോൾ എല്ലാവരും എണ്ണി നോക്കുമ്പോൾ കാണ്ട് 51. അപ്പോൾ ചെന്ത് യഥാർത്ഥത്തിൽ നക്ക് വന്നതല്ല, ഇത് ആ നേരത്തെ എന്നിട്ട് 1 ദിർഹം ദീനാറുള്ളേ പിന്നെ 1 ദീനാറ് മാത്രമുള്ളേ അത് കൊടുത്തൻ്റെ നണ്ട് നക്കെന്തു ಇಲ್ಲ ചെന്തല്ലേ ആയെങ്കിലും പിന്നെ ആ ചെന്നൈക്ക് അയാൾ ചിലവാക്കിത്ത് ആ പാവത്ത വ്യക്തി കൊടുത്തിട്ടല്ലേ. അതൊക്കെ അള്ളാഹു അയാൾ ഈ പിന്നെ കൊടുത്തതായ തിരിച്ചിട്ട് അള്ളാഹു കൊടുത്തതായ അള്ളാഹുടെ ഭാഗത്തുള്ള ഗിഫ്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ടായിരിക്കും 51 വന്നിട്ടുള്ളേ. അങ്ങനെ നേരത്തെ സ്വതക്ക ചെയ്യുന്ന ആ ലഭിച്ച് ചെന്ത് നീ അള്ളാഹുടെ മാർഗത്തിൽ 1 ദീനാറ് കൊടുത്ത അള്ളാഹു അതൊക്കെ എനിക്ക് കൂട്ടിയിട്ട് 50 എക്സ്ട്രാ തന്ന നോക്കും. 51 നിങ്ങൾ പിടിച്ചോണ്ട് ചെന്നിട്ട് 51 ദീനാറ് അയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് നിങ്ങൾ കൊടുത്തെങ്കിൽ ഒരു ഭാഗത്ത് കൊടുത്തെങ്കിൽ ഇന്നൊരു ഭാഗത്ത് അള്ളാഹു നമുക്ക് തണ്ട അത് ഉറപ്പായിട്ട് ആ വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉള്ള വിശ്വാസത്തിൽ ജീവിച്ചിട്ട് ഒരുപാട് ആൾമാർക്ക് നന്മ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ എല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു